ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ LDCക്ക് വേണ്ടിയിട്ടുള്ള ക്വിക്ക് റിവിഷനാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായ പോയിൻറ്റ്സ് മാത്രമേ ഇതിൽ ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തുടങ്ങി അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1992 ജനുവരി 31 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ആക്ട് പാസ്സാക്കിയ വർഷം, അതായത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആക്ട് പാസ്സാക്കിയത് 1990 ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ അടക്കം 6 അംഗങ്ങളാണ് ഉള്ളത്. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ അടക്കം 6 അംഗങ്ങളാണ് ഉള്ളത്. 6 അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ദേശീയ വനിതാ കമ്മീഷനിലുണ്ട്. ഒരു മെമ്പർ സെക്രട്ടറിയും ദേശീയ വനിതാ കമ്മീഷനിലുണ്ട്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് ദേശീയ വനിതാ കമ്മീഷൻ. അപ്പോൾ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജയന്തി പട്നായിക് ആയിരുന്നു. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജയന്തി പട്നായിക്. ഇനി ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം ആരാണ്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളിൽ ഒരാൾ എങ്കിലും SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളിൽ ഒരാളെങ്കിലും SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം. ഇനി ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ പ്രസിഡൻറ്റിനാണ് അധികാരം. ഇനി ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനമായ നിർഭയ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിർഭയ ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനമായ നിർഭയ ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഒരു ആവർത്തിയും കൂടി നോക്കാം ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച്. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1992 ജനുവരി 31 ഈ ആക്ട് പാസ്സാക്കിയത് 1990 ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അടക്കം 6 അംഗങ്ങളാണുള്ളത്. 6 അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ദേശീയ വനിതാ കമ്മീഷനിലുണ്ട്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജയന്തി പട്നായിക്കാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ അംഗങ്ങളിൽ ഒരാളെങ്കിലും SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിന്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനമായ നിർഭയ ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ
കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി നമുക്ക് സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ ഉണ്ടാക്കാൻ കാരണമായ നിയമം നിലവിൽ വരുന്ന വർഷം 1995 1995 വനിതാ കമ്മീഷന് വേണ്ടി വന്ന നിയമം എഴുതി തയ്യാറാക്കിയത് KR ഗൗരിയമ്മയാണ്. അപ്പോൾ 1995 വനിതാ കമ്മീഷന് വേണ്ടി നിയമം എഴുതി തയ്യാറാക്കിയത് KR ഗൗരിയമ്മയാണ്. 1995 സംസ്ഥാന വനിതാ കമ്മീഷന് വേണ്ടി നിയമം എഴുതുന്നതിൽ KR ഗൗരിയമ്മയ്ക്ക് നിയമ ഉപദേശം നൽകിയ വ്യക്തിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അപ്പോൾ 1995 സംസ്ഥാന വനിതാ കമ്മീഷന് വേണ്ടി നിയമം എഴുതുന്നതിൽ KR ഗൗരിയമ്മയ്ക്ക് നിയമോപദേശം നൽകിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്ന തീയതി 1996 മാർച്ച് 14 തീയതിയാണ് കേരള വനിതാ കമ്മീഷൻ നിലയിൽ വന്ന തീയതി. ഇനി കേരള വനിതാ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളുണ്ട്? കേരള വനിതാ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളാണുള്ളത്? 5 അംഗങ്ങളാണ്. ഒരു അധ്യക്ഷ അല്ലെങ്കിൽ ചെയർമാൻ പ്ലസ് 5 അംഗങ്ങൾ 4 അംഗങ്ങൾ. അപ്പോൾ ഒരു അധ്യക്ഷയും 4 അംഗങ്ങളും ചേർന്ന് ആകെ 5 അംഗങ്ങളാണ് കേരള വനിതാ കമ്മീഷനിൽ ഉള്ളത്. കേരള വനിതാ കമ്മീഷൻ നിയമിക്കുന്നത് അല്ലെങ്കിൽ മാറ്റേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാർ, സംസ്ഥാന ഗവൺമെൻറ്റാണ് കേരള കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും മാറ്റുന്നതും കേരള ഗവൺമെൻറ്റാണ്. കേരള വനിതാ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. കേരള വനിതാ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. കേരള വനിതാ കമ്മീഷൻ ആദ്യ അധ്യക്ഷ സുഗതകുമാരിയാണ്. കേരള വനിതാ കമ്മീഷൻ ആദ്യ അധ്യക്ഷ സുഗതകുമാരിയാണ്. കേരള വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷ P സതീദേവിയാണ്. കേരള വനിതാ കമ്മീഷൻ നിലവിലെ അധ്യക്ഷ, അതായത് ഇപ്പോൾ കറണ്ടായിട്ടുള്ളത് P സതീദേവിയാണ്. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. ഇത് മാറിപ്പോകരുത്. സുഗതകുമാരിയാണ് ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് P സതീദേവി. കേരള വനിതാ കമ്മീഷണർ ആയി 2 തവണ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് D ശ്രീദേവി. അപ്പോൾ കേരള വനിതാ കമ്മീഷണറായിട്ട് 2 തവണ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് D ശ്രീദേവി. അപ്പോൾ നമുക്കൊന്നും കൂടിയും സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് ഒരു ഓടിച്ചിട്ട് നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ ഉണ്ടാകാൻ കാരണമായ നിയമം നിലവിൽ വന്നത് 1995 1995 വനിതാ കമ്മീഷന് വേണ്ടി നിയമം എഴുതി തയ്യാറാക്കിയത് KR ഗൗരിയമ്മയാണ്. ആ നിയമം എഴുതി തയ്യാറാക്കുന്നതിന് നിയമോപദേശം നൽകിയത് ജസ്റ്റിസ് VR കൃഷ്ണയ്യറാണ്. ഇത് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്ന തീയതി 1996 മാർച്ച് 14 കേരള വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 5 ഒരു അധ്യക്ഷയും 4 അംഗങ്ങളുമാണ്. കേരള വനിതാ കമ്മീഷൻ നിയമിക്കുന്നതും അംഗങ്ങളെ നിയമിക്കുന്നതും മാറ്റുന്നതും സംസ്ഥാന ഗവൺമെൻറ്റാണ്. കേരള വനിതാ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരിയാണ്. കേരള വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ P സതീദേവിയാണ്. 2 തവണ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് D ശ്രീദേവി. ഇനി അടുത്തത് കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. നിലവിലെ നിയമനങ്ങൾ ഇപ്പോൾ നിലവിലെ നിയമനങ്ങളിൽ ഉള്ള ആൾക്കാരെ കുറിച്ചാണ്, കേരളത്തിലെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ. കേരള ആസൂത്രണ ബോർഡ് ചെയർമാനാണ് പിണറായി വിജയൻ. കേരള ആസൂത്രണ ബോർഡ് പ്ലാനിംഗ് കമ്മീഷനാണ് ഈ പറയുന്നത്. അപ്പോൾ കേരള ആസൂത്രണ ബോർഡ് ചെയർമാനാണ് പിണറായി വിജയൻ. സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ. അപ്പോൾ കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ എന്ന് പറയുമ്പോൾ പിണറായി വിജയന് മാത്രമല്ല, ആ നിലവിൽ ഏത് മുഖ്യമന്ത്രിയാണോ ആ മുഖ്യമന്ത്രിയാണ്
കേരള ആസൂത്രണ ബോർഡ് ചെയർമാനായിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് കേരള ബോർഡ് ചെയർമാൻ പിണറായി വിജയനാണ്. ഓക്കെ. ഇനി സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ. സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ആരാണ്? വി കെ രാമചന്ദ്രനാണ്. അപ്പോൾ സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാറാണ്. കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ്. കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ആണ്. അപ്പോൾ ശാരദ മുരളീധരനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് നിയമിതയായ ചീഫ് സെക്രട്ടറിയാണ്. ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരള കേഡർ ഉദ്യോഗസ്ഥയായ മുതിർന്ന IAS ഓഫീസറാണ് ചീഫ് സെക്രട്ടറിയായ ശാരദ മുരളീധരൻ. ഭർത്താവ് വി വേണു 48ാമത് ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിൻ്റെ ഒഴിവിലേക്കാണ് ഭാര്യ ശാരദ മുരളീധരൻ കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി സ്ഥാനമേറ്റത്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ചീഫ് സെക്രട്ടറിയുടെ പിൻഗാമിയായി ഭാര്യ ഉന്നത പദവിയിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണെന്ന് വെച്ചാൽ ശാരദ മുരളീധരനാണ്. തൊട്ട് മുമ്പത്തെ, അതായത് 48ാമത്തെ, ഇപ്പം 49ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. 48ാമത്തെ ചീഫ് സെക്രട്ടറി വി വേണു ഈ ശാരദ മുരളീധരൻ്റെ ഭർത്താവായിരുന്നു. അപ്പോൾ ഭർത്താവ് ഒഴിഞ്ഞ ആ ഒഴിവിലേക്കാണ്, വിരമിച്ച ആ ഒഴിവിലേക്കാണ് ഭാര്യ ചീഫ് സെക്രട്ടറി ആയിട്ട് സ്ഥാനമേറ്റത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അതുകൊണ്ടാണ് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ഞാൻ ഈ ബോൾഡ് ലെറ്ററിൽ എഴുതിയേക്കണതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്നാലും ബോൾഡ് ലെറ്റർ അല്ലാത്തത് അൺഇമ്പോർട്ടൻ്റ് ആണെന്നൊരർത്ഥമില്ല. അതിനേക്കാൾ കൂടുതലും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് ഈ ബോൾഡ് ലെറ്റർ നോക്കണം എന്നാണ് എല്ലാം അർത്ഥമാക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാനാണ്. അപ്പം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. അപ്പോൾ മനുഷ്യാവകാശം, സംസ്ഥാന മനുഷ്യാവകാശം, ദേശീയ മനുഷ്യാവകാശം, ദേശീയ വനിതാവകാശം, കേരള സംസ്ഥാന വനിതാവകാശം, അങ്ങനെ തുടങ്ങിയ എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റായ പോർഷനാണ് കേട്ടോ. അത് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി SK ജയകീശനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി SK ജയകീശൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ്. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദനാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദനാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദാണ്. സംസ്ഥാന ന്യൂനപക്ഷങ്ങളുടെ കമ്മീഷൻ ചെയർമാൻ AA റഷീദ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ V ഹരിനായർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ V ഹരിനായരാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയാണ്. അടുത്തത് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടിയാണ്. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC
റോസക്കുട്ടി. കേരള PSC ചെയർമാൻ MR ബൈജു ആണ്. കേരള PSC ചെയർമാൻ MR ബൈജു. കേരള PSC സെക്രട്ടറി S ശ്രീകുമാറാണ്. കേരള PSC സെക്രട്ടറി S ശ്രീകുമാർ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറാണ്. താൽക്കാലിക ചുമതലയാണ് പ്രേംകുമാറിന്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ പ്രകാരം നടന്ന സംഭവവികാസങ്ങളുടെ ഫലമായിട്ട് യഥാർത്ഥ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. അതിന് പകരമായിട്ട് ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പ്രേംകുമാറിനെയാണ്. അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? പ്രേംകുമാർ. താൽക്കാലിക ചുമതല. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുണാണ്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുണാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശ്രീ ശങ്കരൻ കുട്ടിമാരാരാണ്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് മട്ടന്നൂർ ശ്രീ ശങ്കരൻ കുട്ടിമാരാർ. അപ്പോൾ നമ്മൾ ഇതിക്ക് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ അതാരാണ്? K സച്ചിദാനന്ദൻ. ഇത് ഏതാണ്? കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് മട്ടന്നൂർ ശ്രീ ശങ്കരൻ കുട്ടിമാരാർ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. കേരള കായിക സമിതി പ്രസിഡൻറ്റ്. കേരള കായിക സമിതി പ്രസിഡൻറ്റ് U ഷറഫ് അലി. കേരള കായിക സമിതി പ്രസിഡൻറ്റ് U ഷറഫ് അലി.